ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ മുസ്ലിം ഡീറ്റി ഇൻ എ ഹിന്ദു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള എം ഡി സി ഇംഗ്ലീഷിലെ നമ്മളെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള നരേഷൻസ് ഒക്കെയാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് മിത്തും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പേരുകളും അല്ലെങ്കിൽ ഒരുപാട് മിത്തോളജിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു എസ്സേയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഞാനിതിലെ ടെക്സ്റ്റിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഞാനും അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സംഭവത്തിൻ്റെ ട്രാൻസ്ലേഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിൽ മീനിങ്ങുകളിൽ വ്യത്യാസം വരും. അപ്പോൾ അവർ നമ്മുടെ എഴുത്തുകാരൻ ഉദ്ദേശിച്ചിരുന്ന അർത്ഥങ്ങളിൽ നിന്ന് അത് വ്യതിചലിച്ച് പോകും. അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ ആ ഒരു അർത്ഥത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഇംഗ്ലീഷും കൂടെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുക, എന്താണ് നമ്മുടെ എഴുത്തുകാരൻ പൂർണ്ണമായിട്ട് ഉദ്ദേശിച്ചത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ സംഭവം വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞ അതേ ഒരു കണ്ടൻറ്റ് അത് കുറച്ചുകൂടെ ബ്രീഫായിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ടെസ്റ്റിലുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ട് മുസ്ലിം ഡീറ്റി പിന്നെ ഹിന്ദു ടെമ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ദേവത ഒരു ഹിന്ദു ടെമ്പിളിൽ ഉണ്ട്, അല്ലെങ്കിൽ ടെമ്പിളിൽ ഉള്ള ഒരു മുസ്ലിം ദേവത, അങ്ങനെ ഒരു അർത്ഥം വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനൊരു ടൈറ്റിൽ കൊടുക്കാൻ ഇതിനൊരു പ്രധാന കാരണമുണ്ട്. അത് നമ്മൾ ഈ ഒരു എസ്സേയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എഴുതിയിട്ടുള്ള ആളെ പേരാണ് മനു എസ് പിള്ള. വളരെ കണ്ടംപററി ആയിട്ട് ഉള്ള ഒരു എഴുത്തുകാരനാണ്, നമ്മുടെ മലയാളിയാണ് അയാൾ. ഒരുപാട് അവാർഡുകളും അതുപോലെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പല ഇഷ്യൂസും ഇദ്ദേഹത്തെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി, അയാളെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അയാൾക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് അദ്ദേഹം ഈ ഒരു എസ്സേയിൽ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്, എന്താണ് ആ ഒരു മെസ്സേജ്, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇറ്റ്സ് എ ലോങ് എസ്സേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഓഥറിനെ കുറിച്ച് തന്നെയാണ്. മനു എസ് പിള്ള, born in 1919, is an Indian writer and popular historian known for his works in the Travancore monarchy and the history of princely India. ഓക്കെ, അപ്പോൾ ഒരുപാട് മിത്ത് പരമായിട്ടുള്ള വർക്കുകൾ നമ്മുടെ ഇന്ത്യയുമായി ചുറ്റിപ്പറ്റി കേരളത്തിൻ്റെ പുരാതന കാലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വർക്കുകൾ എഴുതുന്ന ഒരു ഓഥറാണ് മനു എസ് പിള്ള. അദ്ദേഹം ഒരു വലിയ ഹിസ്റ്റോറിയനാണ്. ഒരു ഹിസ്റ്ററി അതുപോലെ മിത്ത് ഇതിനോടൊക്കെ സമീപപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഹീ ഈസ് മോസ്റ്റ് ഫേമസ് ഫോർ ദ ഡെബ്യൂ ബുക്ക് ദ ഐവറി ത്രോൺ, വിച്ച് ഈസ് അബൌട്ട് റാണി സേതു ലക്ഷ്മി ബായ് റിഗൻ ആസ് റീജൻറ്റ് ഓഫ് ട്രാവൻകൂർ. ഇതിന് പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ദ ഐവറി ത്രോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ്. മനു എസ് പിള്ള വാസ് ബോൺ ഇൻ മാവേലിക്കര, Kerala in 1919. He grew up in Pune. He got his bachelor degree in economics in the Fergusson College, Pune. He's got a master degree in international relations from King's College, London. അപ്പോൾ വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ ഒരു പവർഫുൾ എഡ്യൂക്കേഷനാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. മാവേലിക്കരയാണ്, കേരളത്തിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. പിള്ള ഈസ് നോ ഫോർ ഹിസ് ഡെബ്യൂ നോൺ ഫിക്ഷൻ ദ ഐവറി ത്രോൺ ക്രോണിക്കിൾസ് ഓഫ് ദ ഹൗസ് ഓഫ് ട്രാവൻകൂർ, ഫോർ വിച്ച് ഹി വോൺ ദ സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ ഇൻ 2017. സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ എന്ന് പറഞ്ഞൊരു അവാർഡ് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ റീജിയണൽ ആയിട്ടുള്ള എഴുത്തുകാർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. 2017 അതിന് അർഹനായത് നമ്മുടെ എഴുത്തുകാരൻ മനു എസ് പിള്ള തന്നെയാണ്. അദ്ദേഹത്തിന് ആ ഒരു ആദരവ് കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ ദ ഐവറി ത്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് തന്നെയാണ്. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഒരു എസ്സേ മുസ്ലിം ഡീറ്റി ഇൻ എ ഹിന്ദു ടെമ്പിൾ എന്ന് പറഞ്ഞ ഈ ഒരു എസ്സേ എടുത്തിട്ടുള്ളത് ദ കോട്ട്സ് ആൻഡ് ദ മഹാത്മാ ആൻഡ് ദ ഇറ്റാലിയൻ ബ്രാഹ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ദ കളക്ഷൻ ഓഫ് എസ്സേ ആണ്. ആ ഒരു കളക്ഷൻ ഓഫ് എസ്സേയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എക്സെപ്റ്റാണ് നമ്മുടെ ഈ മുസ്ലിം ഡീറ്റി ഇൻ എ ഹിന്ദു ടെമ്പിൾ എന്ന് പറഞ്ഞ വർക്ക്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അബൌട്ട് ദ ഓഥർ ആൻഡ് എസ്സേ നമുക്ക് പറയാനുള്ളത്. ശേഷം കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക.
നിങ്ങൾക്ക് ആ ഒരു പ്ലോട്ട് ശരിക്കും മനസ്സിലാവാൻ വേണ്ടി ഞാനിതിൻ്റെ മലയാളം കൂടി സ്ലൈഡിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷും മലയാളവും വായിച്ചിട്ട് അതിലെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, സോ സമ്മറി നമ്മൾ ആ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യ ഈസ് എ മൊസൈക്ക് ഓഫ് മെനി ക്യൂരിയസ് tales, but very often seemingly incongruous elements that resides in the realm of fable and myth end up lending an ionic congruence to the concrete world of men. Throughout Indian history, whenever politics has found itself at an awkward the crossroads, a generous fabrication of mythology has helped ease the process. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തേർജമ നമ്മൾ ഡയറക്റ്റ് തേർജമ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ പറയും, കൗതുകപരമായിട്ട് നിരവധി കഥകളുടെ മൊസൈക്കാണ് ഇന്ത്യ. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല മിത്തോളജിയുടെയും ഒരു കൂട്ടമാണ് ഇന്ത്യൻ്റെ ആ ഒരു ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ മിക്കപ്പോഴും കെട്ടുകഥകളുടെയും പുരാണങ്ങളുടെയും മണ്ഡലത്തിൽ വസിക്കുന്ന പൊരുത്തമില്ലാത്ത ഘടകങ്ങൾ മനുഷ്യരുടെ മൂർത്തമായ ലോകത്തിൽ വിരോധാഭാസമായ ഒരു പൊരുത്തമാണ് നൽകുന്നത്. ഇതിന് അർത്ഥം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇന്നത്തെ ചുറ്റുപാടിനെ നമ്മുടെ കഴിഞ്ഞുപോയ ആ ഒരു കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അവിടുത്തെ വിശ്വാസങ്ങൾ, അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ ശത്രുതകൾ, അവിടുത്തെ എന്താ പറയുക ആചാരങ്ങൾ, ഇതൊക്കെ വെച്ച് പോവാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മനു എസ് പിള്ള അഭിപ്രായപ്പെടുന്നത്. അത് ശരിക്കും വേണ്ടാത്ത ഒരു കാര്യം ആണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാണ് ഇന്ത്യ ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും ശരിയാണ് അല്ലേ. ഒരുപാട് മുമ്പത്തെ ആചാരങ്ങളും കർമ്മങ്ങളും നമ്മുടെ പുതിയൊരു ലോകത്തുള്ള ഈ ഒരു മനുഷ്യർക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ മനു എസ് പിള്ള ഇവിടെ പറഞ്ഞതും. ഇന്ത്യൻ ചരിത്രത്തിലുടനീളം രാഷ്ട്രീയം ഒരു ദുർഘടമായ വഴിത്തിരിവിൽ എത്തിയപ്പോഴെല്ലാം പുരാണ കഥകളുടെ ഉദാരമായ കെട്ടിച്ചമക്കൽ പ്രക്രിയ എളുപ്പമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ചുറ്റുപാടുകളിൽ ഇത്തരം മിത്തോളജികൾ, ഇത്തരം മതങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആചാരങ്ങളൊക്കെ നമുക്ക് കടന്നു കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഓൾസോ വളരെ റിലീജിയസ് ബയാസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആചാരങ്ങൾ പൊളിറ്റിക്സുമായിട്ട് കലർന്നുണ്ട്. അതിലൂടെ പല നേട്ടങ്ങളും രാഷ്ട്രീയ പാർട്ടിക്കാർ കൈവരിക്കുന്നുണ്ട്. അതൊക്കെയാണ് മനു എസ് പിള്ള അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷനാണ് മനു എസ് പിള്ള ഈ ഒരു എസ്സേയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. എന്തൊക്കെയാണ് ശരിക്കുള്ള റിയാലിറ്റി എന്താണ്, ഇതിനൊക്കെ തുടക്കം എവിടുന്നാണ് എന്നുള്ളതാണ് മനു എസ് പിള്ള ഡിസ്കവർ ചെയ്യുന്നത്. അപ്പോൾ അതിലേട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, one prominent example is Shivaji's. The Maratha warrior has emerged as a powerful force in the late of 17th century, with armies, treasure, and swords of territory at his command, but rivals painted him merely as an overstrong rebel, so that in addition to power, what he needed was legitimacy too. The answer to Shivaji's woes came in 1674, when he decided to crown himself king with a classical ritual in full and extravagant display. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു തുടക്കം, അതിനൊരു ഉദാഹരണം എന്ന നിലയിൽ മനു എസ് പിള്ള ശിവാജി എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ശിവാജിനൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നതെന്ന് അതിൻ്റെ ഒരു തർജ്ജമ നമുക്ക് നോക്കാം. ഒരു പ്രമുഖ ഉദാഹരണം ശിവാജിയുടേതാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മറാത്ത യോദ്ധാവ് ശക്തമായ ഒരു ശക്തിയായി ഉയർന്നു വന്നു. സൈന്യങ്ങളും നിധികളും അദ്ദേഹത്തിൻ്റെ കൽപ്പനയിൽ ഭൂപ്രദേശങ്ങളും വന്നു. എന്നാൽ എതിരാളികൾ അദ്ദേഹത്തെ ഒരു അതിശക്തനായ വിമതനായി ചിത്രീകരിച്ചു. അതിനാൽ അധികാരത്തിന് പുറമെ അദ്ദേഹത്തിന് വേണ്ടത് സാധുത കൂടിയാണ്. 1674 ശിവാജിയുടെ കഷ്ടപ്പാടുകൾക്കുള്ള ഉത്തരം ലഭിച്ചു. അദ്ദേഹം സ്വയം രാജാവായി കിരീടധാരണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ക്ലാസിക്കൽ ആചാരങ്ങൾ പൂർണ്ണമായും അതിരുകടന്നതുമായി പ്രദർശനത്തോടെ വന്നു. അപ്പോൾ ശിവാജി എന്ന് പറഞ്ഞൊരു ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് നമ്മുടെ ഇന്ത്യയിൽ വന്നത് ഒരു 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ്. അതുമാത്രമല്ല, ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ കണ്ടിരുന്നത് വളരെ ഓവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റബലായിട്ടാണ്, ശത്രുത ഉള്ള ഒരു
അല്ലെങ്കിൽ വളരെ എന്താണ് ഒരു അക്രമകാരിയായിട്ടാണ് ആ ഒരു സമയത്ത് അയാളുടെ ശത്രുക്കൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 1674 അദ്ദേഹം രാജാവായി, ഇന്ത്യയുടെ രാജാവായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു നേട്ടത്തെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വളച്ചൊടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് പുറകിൽ ഒരുപാട് കഥകളുണ്ട്. അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മനു എസ് പിള്ള ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശേഷമുള്ള പാരഗ്രാഫിലാണ് പറയുന്നത്. ഓക്കെ, ദെൻ എ genealogy was invented connecting him to an ancient royal line, and the retrospective rituals permitted him to take his place as a pure Kshatriya. When so far Brahmins had deemed him inferior in caste, it was a master stroke. Shivaji is now toward over other Martha clans in status, while simultaneously altering its Mughal enemies, that he was no longer a mountain rat, he was an anointed lawful monarch. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളൊക്കെ ഇങ്ങനെ കൈവരിച്ചിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്, മുഗൾ സാമ്രാജ്യത്തിൻ്റെ എതിർപ്പുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈവൽസ് ആയിരുന്നു ഈ മുഗൾ ചക്രവർത്തിമാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പല പേരും ഉപയോഗിച്ച് ഇവർ കളിയാക്കിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു പുരാതന രാജവംശവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വംശാവലി കണ്ടുപിടിച്ചു. ബ്രാഹ്മണർ ഇതുവരെ ജാതിയിൽ താഴ്വനായി കണക്കാക്കിയിരുന്നപ്പോൾ ശുദ്ധമായ ക്ഷത്രിയനായി അവൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ മുൻകാല ആചാരങ്ങൾ അവനെ അനുവദിച്ചു. അതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. ശിവാജി ഇപ്പോൾ മറ്റ് മറാഠ വംശകളുടെ പദവിയിൽ ഉയർന്നു. അതേസമയം തൻ്റെ മുഗൾ ശത്രുക്കൾക്ക് താൻ മേലിൽ ഒരു മൗണ്ടൻ റാറ്റ് അല്ലെന്ന് മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം അഭിഷക്തനും നിയമാനുസൃതവുമായിട്ടുള്ള ഒരു രാജാവായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണന്മാർക്ക് താഴെ നിന്നിരുന്ന അല്ലെങ്കിൽ ജാതീയതയിൽ താഴെയുള്ള ഒരു മറാഠ വംശജനായിട്ടുള്ള ഒരാളായിരുന്നു ശിവാജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൻ്റെ ഫലമായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് രാജ്യം കീഴടക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യം ആയിട്ടുള്ള ഈ ഒരു തർക്കങ്ങൾ അദ്ദേഹത്തിനെ വളരെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജയത്തിന് എന്ന് പറയുന്നു. അതിൽ പ്രധാനമായിട്ടൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഔറംഗസീബ് ആ ഒരു സമയത്ത് ഇദ്ദേഹത്തെ മൗണ്ടൻ റാറ്റ് എന്ന് കളിയാക്കി വിളിച്ചിരുന്നു. അതായത് ഏതോ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു സ്ട്രീറ്റ് ആക്രമിക്കുകയും അതിലെ നിധിയൊക്കെ എടുത്ത് ഇദ്ദേഹം ഏതൊരു മലയിൽ പോയി ഒളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്, ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാളൊരു കവേർഡാണ് എന്നുള്ളത് മുഗളറൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്നത്. അപ്പോൾ അതിനൊക്കെ എതിർത്ത്, അതിനൊക്കെ പൊട്ടിച്ച് അവസാനം ശിവാജി എന്താവാണ്, തൻ്റെ ആ ഒരു പവർ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ജാതിപരമായിട്ടും അതുപോലെ കഴിവുപരമായിട്ടും എതിർപ്പുകളെ ഒന്നും വകവെക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജയം അദ്ദേഹം നേടിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഇപ്പോൾ പറയുന്ന പല സംഭവങ്ങളും സത്യത്തിൽ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ മനു എസ് പിള്ള തുറന്നു കാട്ടുന്നത്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല ആശയങ്ങളും ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇതൊക്കെയാണ് സത്യങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം, ആസ് എ സൊസൈറ്റി ടു ഇന്ത്യ ഹാസ് ബീൻ കേപ്പബിൾ ഓഫ് നെഗോഷിയേറ്റിംഗ് disruptive changes through the invention of tradition. Reading scholars Richard H. Davis' work recently reminded me of the bizarre, clever and typically Indian ways in which this was achieved. When Muslim might arrived in India in the form of invaders, a new chapter was inaugurated in the story of our subcontinent. The old order fell and a different structure was fashioned. ഓക്കെ, അടുത്തത് മനു എസ് പിള്ള പറയുന്നത് എന്തൊക്കെയാണെന്നില്ല നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു
തർജ്ജമ നമുക്ക് വായിക്കാം. ഒരു സമൂഹം എന്ന നിലയിൽ പാരമ്പര്യത്തിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ വിഘടിപ്പിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും. വായന പണ്ഡിതനായ റിച്ചാർഡ് എച്ച് ഡേവിഡ്സിൻ്റെ കൃതികളിൽ അടുത്തിടെ ഇത് നേടിയെടുത്ത വിചിത്രവും ബുദ്ധിപരവും സാധാരണവുമായ ഇന്ത്യൻ വഴികളെക്കുറിച്ച് തന്നെ ഓർമ്മിക്കും. അദ്ദേഹം ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് എച്ചിൻ്റെ. അതിൻ്റെ പേര് എന്ന് പറയുന്നത് അതിൻ്റെ പേര് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ടിപ്പിക്കൽ ഇന്ത്യൻ വേസ് വിച്ച് ദിസ് ഐ നോ യെസ്, അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, നമുക്കത് വായിക്കുമ്പോൾ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഡേവിഡിൻ്റെ കൃതികൾ ഞാൻ വായിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനു എസ് പിള്ള ഇവിടെ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ച ആ ഒരു വർക്കിൽ റിച്ചാർഡ് എച്ച് സൂചിപ്പിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആക്രമണകാരികളുടെ രൂപത്തിൽ മുസ്ലിം ഇന്ത്യയിലെത്തിയപ്പോൾ നമ്മുടെ ഉപഭൂഖണ്ഡത്തിൻ്റെ കഥയിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. പഴയ ക്രമം വീണു, വ്യത്യസ്തമായൊരു ഘടന രൂപപ്പെട്ടു. അപ്പോൾ മുസ്ലിംസിൻ്റെ ഒരു ഇൻവെൻഷൻ നമ്മുടെ രാജ്യത്തെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരൊരു ഘട്ടത്തിൽ അക്രമം ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഇന്ത്യയെ സ്വാധീനിക്കുന്ന ആൾക്കാരും ആയിരുന്നു എന്നുള്ളതാണ് മനു എസ് പിള്ള അഭിപ്രായപ്പെടുന്നത്. അതായത് റിച്ചാർഡ് എച്ചിൻ്റെ ആ ഒരു നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് അതാണ് വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അവർ റിച്ചാർഡ് എച്ച് അങ്ങനെ തോന്നാനുള്ള കാരണം എന്നുള്ളത് കൂടെ നമ്മുടെ മനു എസ് പിള്ള പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് മുസ്ലിം ഇൻവെൻഷൻ നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ജീവിതശൈലികളെ പൊളിച്ചെഴുതുന്ന അല്ലെങ്കിൽ ഒരു മൾട്ടി കൾച്ചർ ഇവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ് മനു എസ് പിള്ള അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ നമ്മുടെ രാജ്യത്ത് രൂപപ്പെടാൻ പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ പറയുന്നുണ്ട്. ശേഷം നോക്കുക. യെസ്, one way in which the elites on both sides try to rationalize in their respective world views these painful changes is through what historian Aziz Ahmad called epics of conquest and resistance. Thus, for instance, we have Muslim accounts that exaggerated the destruction of infidels, when in reality, even the terrifying Muhammad's ghost coins prominently features the infidel goddess Lakshmi, countered by Hindus with their own stories. The case of Padmavati preferring fire to the embrace of Muslim being one such. A rhetoric was amplified on both sides, legends and tales competing for narrative dominance to come to grips with changes underway on the ground. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കൂട്ടി ഉറപ്പിക്കുന്ന ചില സംഭവങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ഇതിൻ്റെ തർജ്ജമ നമുക്ക് നോക്കാം. ഇരുവശത്തുമുള്ള വരണ്യവർഗം തങ്ങളുടെ ലോകവീക്ഷണങ്ങളിൽ ഈ വേദനാജനകമായ മാറ്റങ്ങൾ യുക്തിയാക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു മാർഗം ചിത്രകാരനായ അസീസ് അഹമ്മദ് കീഴടക്കലിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഇതിഹാസങ്ങൾ എന്നാണ്. അപ്പോൾ അസീസ് അഹമ്മദിൻ്റെ ഒരു വർക്കുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോംപ്ലക്സിറ്റി, ഈ ഒരു മതവിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു റൈവൽസ് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. ഉദാഹരണത്തിന് അന്ധവിശ്വാസങ്ങളുടെ നാശം പെരുപ്പിച്ചു കാട്ടിയ മുസ്ലിം വിവരണങ്ങൾ നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ ഘോറിൻ്റെ നാണയങ്ങളിൽ ഭയങ്കരനായ മുഹമ്മദ് പോലും അവിശ്വാസി ദേവതയായ ലക്ഷ്മിയെ പ്രധാനമായി അവതരിപ്പിച്ചു. അപ്പോൾ ഒരു മുസ്ലിംസ് മുസ്ലിംസ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സമയം, ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാട്
ഐഡിയോളജീസ് അല്ലെങ്കിൽ ഐഡിയാസ് അവർ കൊണ്ടുവന്നിരുന്നു. അതിലൊന്നായിരുന്നു ഈ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫിഡൽസ്, അതായത് വിശ്വാസികളല്ലാത്ത ആൾക്കാരുടെ നാശം എന്നുള്ള നിലയിലൊക്കെ അവർ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവർ ഉപയോഗിച്ച നാണയങ്ങളിൽ എന്തുണ്ടായിരുന്നു, ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരു അവർക്ക് അവിശ്വാസിയായിട്ടുള്ള ഒരു ദേവതയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അവരുടെ കോയിനൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് അവരുടെ ആ ഒരു ഹെയ്റ്റ് എന്തില്ല, നമുക്കവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു അബ്സേർഡിറ്റി വരുന്നുണ്ട്, ഒരു മീനിങ്ലെസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മനു എസ് പിള്ള അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഹിന്ദുക്കൾ അവരുടെ സ്വന്തം കഥകളിലൂടെ എതിർത്തു. ഒരു മുസ്ലിം ആലിംഗനത്തേക്കാൾ തീയാണ് പത്മാവതി ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ പത്മാവതി എന്ന് പറഞ്ഞുള്ള ഒരു ഫിലിമൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണും. അപ്പോൾ അതിൽ ഒരു മുസ്ലിം രാജാവിന് വഴങ്ങേണ്ടി വരിക്കുന്ന ആ ഒരു സമയത്ത് പത്മാവതി എന്താണ്, ഒരു തീയിൽ ചാടി മരിക്കുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം ഹൗസിനേക്കാൾ ഒരു മുസ്ലിം ആളുടെ ഒരു വീടിൻ്റെ ഭാഗത്ത് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ തീയിൽ ചാടി മരിക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് പത്മാവതിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇതിഹാസങ്ങളും കഥകളും ആഖ്യാനപരമായ ആധിപത്യത്തിനായി മത്സരിച്ചുകൊണ്ട് മാറ്റങ്ങളുമായി പിടിമുറുക്കുന്നു. അപ്പോൾ ഇത്തരം മിത്തിലൂടെയാണ് നമ്മുടെ രാജ്യം എന്ത് ചെയ്തത് പോകുന്നത്. അപ്പോൾ ഇത്തരം റിലീജിയസ് ആയിട്ടുള്ള ഹേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചിട്ടില്ല എന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല, ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ പേരിൽ പല വാക്ക് തർക്കങ്ങളും നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നു എന്നുള്ളതാണ് മനു എസ് പിള്ള അഭിപ്രായപ്പെടുന്നത്. അതുപോലെ ഈ ഒരു ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫിഡൽസും അതുപോലെ തന്നെ പത്മാവതി ആ ഒരു തീയിൽ ചാടി മരിച്ചതും ഒക്കെ ആണ് ഇപ്പോൾ പല ആൾക്കാരും എക്സാമ്പിളായിട്ട് ഈ മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, കൂട്ടുപിടിക്കുന്നത്. അതുപോലെ ശിവാജിയുടെ ആ ഒരു കാലത്തുണ്ടായ അദ്ദേഹം നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അനുകൂലിച്ചു കൊണ്ടാണ് പല ആൾക്കാരും പലതും പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ പണ്ടെന്നോ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതും ആ ഒരു മിത്തുമായിട്ടും ആ ഒരു കഥകളുമായിട്ടും നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് എന്താണ് ബന്ധം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ മനു എസ് പിള്ള ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അന്ന് സംഭവിച്ചു, ഒരു മിത്തായിട്ട് നിലനിൽക്കുന്നു. ആ മിത്തിനെ സ്വാധീനിച്ചിട്ട് വേണോ നമ്മൾ ജീവിക്കാൻ എന്നുള്ളത് കൂടിയാണ് ഈ 3 കഥകളിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ശേഷം ഒരു സ്റ്റോറി കൂടെ പറയാനുണ്ട്. അപ്പോൾ തീരെ കണക്റ്റഡ് ആവാത്ത പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഒന്നുകൂടെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നരേഷനാണ് നമ്മൾ ഈ എസ്സേയിൽ കാണുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്കത് പണ്ടത്തെ പല കാര്യങ്ങളാകുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാനില്ല, പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്താൽ ഇത് ഒരുപാട് നേരെ നമുക്കിതിൽ എന്ത് ചെയ്യേണ്ട, ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ ഇന്നൊക്കിപ്പോൾ ഇത് മതി. ശേഷം ഒരു സ്റ്റോറിയും കൂടെ ഇതിൽ പറയാനുണ്ട്. എങ്ങനെയാണ് ഒരു മുസ്ലിം ഗേൾ ഒരു ഹിന്ദു ടെമ്പിളിൽ വന്നത്, അതിനെക്കുറിച്ചിട്ടുള്ളൊരു സ്റ്റോറി കൂടെ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനാണ് നമ്മുടെ മനു എസ് പിള്ള നമുക്ക് തന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിനെക്കുറിച്ച് റെഫർ ചെയ്യുക, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.